ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഞങ്ങളുടെ ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ കൂടെ ഹൈസിനുണ്ട്. വീഡിയോ എടുത്തത് എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ ചെമ്മീൻ ഞാൻ 2-3 ദിവസം മുമ്പ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസിന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ കിളിമീനൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ കുറേ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ നിന്ന് വാങ്ങും, ഉമ്മാടെ നിന്ന് വാങ്ങും, പിന്നെ അവനും കൊടുക്കും. അപ്പോൾ മീൻ പൊരിച്ചതൊക്കെ അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും രൂപം മാത്രമേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി സ്വഭാവവും ടേസ്റ്റൊക്കെ എൻ്റെ കിട്ടിയേക്കണേന്ന്. അത് ശരിയാണ്. കാരണം എനിക്ക് ഇറച്ചി മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനും അങ്ങനെ തന്നെയാണ്. എത്ര കൊടുത്താലും മതിയാവില്ല, അതേപോലെ തന്നെ എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പൊ സാമ്പാറുണ്ട്, മിനിയാന്നാൾ വെച്ച സാമ്പാർ ഇതുവരെയും തീർന്നിട്ടില്ല. പിന്നെ ഇന്നലത്തെ ബീട്രൂട്ടൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉമ്മാക്കും എനിക്കും കൊച്ചിനൊക്കെ മീൻ ഇഷ്ടമുള്ളതുകൊണ്ട് മീൻ എടുത്തതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എൻ്റെ ഉമ്മതേ കടയിൽ പോയി വന്നിട്ട് ഹൈസിന് വേണ്ട കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവൻ എൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവന് ഫ്രൂട്ട്സും പിന്നെ പാലൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവൻ ഐസ്ക്രീം കഴിക്കുന്നത് അവന് ഫ്രീ ആയിട്ട് ആ കടയിൽ നിന്ന് കൊടുത്തതാണ് ഈ ഐസ്ക്രീം. പിന്നെ അതേ ചെമ്മീന് വേണ്ടിയുള്ള മസാല ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഞാൻ ചേർക്കണില്ല. അതിനകത്ത് കുറച്ച് സവോളയും പിന്നെ വെളുത്തുള്ളി പിന്നെ തക്കാളി പിന്നെ അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചതിന് ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്യാണ്. ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ നല്ലവണ്ണം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാനിൽ തന്നെ അത് റെഡിയാക്കാം. പാത്രങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ട് മാറ്റി വെച്ചൊക്കെയാണ് ഓരോന്നൊക്കെ ചെയ്യണത്. അവരെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കല്ല. കുറച്ച് പൊടിച്ച മുളകും കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഒരുപാട് പൊടികൾ ചേർത്താണ് ഞാൻ ഫ്രൈ ചെയ്തത്. പിന്നെ ഒരുപാട് എരിവ് വേണ്ട, കാരണം എൻ്റെ ഇത്താത്താടെ മുന്നധികം എരിവ് ഇഷ്ടമല്ല. അപ്പം ഇന്നത്തെ ദിവസം അവന് ഭയങ്കരമായിട്ട് സന്തോഷമാവും. അവന് ചെമ്മീൻ, കക്ക, ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ സ്കൂൾ വിട്ട് വരുമ്പോൾ അവന് കൊടുക്കാമല്ലോ. എരിവ് കുറവാണ് ഞാൻ ചേർത്തേക്കണത്, അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഒരുപാട് ലെങ്തി അല്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.